ഈ കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ വന്നൊരു വാർത്ത കുറച്ചു നേരം എൻ്റെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിച്ചതാണ്. വാർത്ത ഇങ്ങനെയാണ്: മീൻകറി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തർക്കത്തിൻ്റെയും വഴക്കിൻ്റെയും ഒക്കെ ഒടുവിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. കഥ ഇങ്ങനെയാണ്, നടന്ന സംഭവമാണ്. 2-2.5 കിലോ ഭാരമുള്ള മീനുമായിട്ട് ഭർത്താവ് വീട്ടിൽ വരുന്നു. ഭാര്യ കുക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. മനോഹരമായിട്ട് മീൻകറി ഉണ്ടാക്കി. കുട്ടികളും ഭർത്താവും ഒക്കെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം നന്നായി കഴിച്ചു. സാഹചര്യവശാൽ നല്ല ടേസ്റ്റുള്ള മീനായതുകൊണ്ടായിരിക്കാം മീൻകറി തീർന്നുപോയി. ഭാര്യ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് മീൻകറിയില്ല. ഇതിൽ ക്ഷുഭിതയായ ഭാര്യ ഭർത്താവിനോട് ചില വാക്കുകൾ സംസാരിക്കേണ്ടതായിട്ട് വന്നു. എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്, ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് മീൻ ഇല്ല, ഒന്ന് രുചിച്ചു നോക്കാൻ ചാറ് പോലും നിങ്ങൾ വെച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിലേർപ്പെട്ടു. ഭർത്താവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഭാര്യയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികളും ഇതൊക്കെ കണ്ടു, ഏറ്റുപിടിച്ചു. ഇതിനിടയിൽ ഭർത്താവ് ഒരു വാക്ക് പറഞ്ഞു. അറിയാതെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വീണതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭർത്താവിനും കുട്ടികൾക്കുമൊക്കെ കഴിച്ചതിന് ശേഷം മിച്ചമുണ്ടെങ്കിൽ നീ കഴിച്ചാൽ മതി എന്നൊരു വാക്ക്. ഇത് ആ പെൺകുട്ടിയുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഒരു അസ്ത്രം പോലെ കൊള്ളുന്ന ഒരു വാക്കായിരുന്നു. പിന്നീട് ഭർത്താവ് ജോലിക്ക് പോയി. ഈ തക്കം നോക്കി ആ ഒരൊറ്റ വാക്കിൻ്റെ ആ മുറിവ് കൊണ്ട് അവൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണെങ്കിലും 2 ദിവസം മുമ്പ് മനോരമ ഇത് റിപ്പോർട്ട് ചെയ്തുവെങ്കിലും നമ്മളൊക്കെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും മക്കളുമായിട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ചെറിയ വഴക്കുകളോ അറിയാതെ പോലും ചില വാക്കുകൾ അസ്ത്രങ്ങൾ പോലെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വന്നിങ്ങനെ തട്ട് മുറിയാറുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ പറഞ്ഞു പോയ വാക്ക്, വായിൽ നിന്ന് വീണ ആ വാക്ക് അസ്ത്രത്തിനെക്കാട്ടിൽ വലിയ മുറിവുണ്ടാക്കുന്ന ഒന്നാണെന്ന് അറിയാമായിട്ടും ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പോയതല്ലേ പിന്നീട് ചോദിക്കാനോ ഒരു സോറി പറയാനോ ഒന്നും തയ്യാറാവാറില്ല. ഇമ്പൾസീവായിട്ടുള്ള പല ആളുകളും ഇമ്മീഡിയറ്റ്ലി അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് മാറ്റിയെടുക്കും. അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ നമ്മുടെ കേരളത്തിലും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടില്ലാത്ത നല്ലൊരു ഭാര്യയാണ്. വഴക്ക് പിടിക്കുന്നതിനിടയിൽ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നു വീണുപോയി. കുട്ടികൾക്കും എനിക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം നീ കഴിച്ചാൽ മതി എന്ന് അറിയാതെ എൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണുപോയി. ഇത് ഇത്ര വലിയ അപരാധമായി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് അയാൾ കരഞ്ഞ് പറയുന്ന ഒരു കണ്ടീഷനിലൂടെ ആ കഥ തീരുകയാണ്. നമ്മളും ശ്രദ്ധിക്കുക, നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ശക്തിയുള്ള വാക്കുകൾ പല ആളുകളുടെ ഉള്ളിലും അത് റിസീവ് ചെയ്യുന്ന രീതികൾ വിഭിന്നമാണ്. നാം അറിയാതെ പോകുന്ന വാക്കുകൾക്ക് 5-10 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ, ആ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ തിരികെ കിട്ടുമായിരുന്നു. ഭാര്യ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു, നല്ല ടേസ്റ്റുള്ള നല്ല ഗംഭീരമായ മീൻകറി ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ അറിയാതെ ചിലപ്പോൾ മതിമറന്ന് അത് കഴിച്ചു പോയത്. ഭാര്യയ്ക്ക് തരണ്ട എന്നുള്ളൊരു തീരുമാനമൊന്നും ആ മനുഷ്യൻ്റെയോ കുട്ടികളുടെയോ മുമ്പിൽ ഉണ്ടായിരുന്നു വരണമെന്നില്ല. പക്ഷേ ഇമ്പൾസീവായിട്ടുള്ള തീരുമാനങ്ങൾ, പൊടുന്നനെയുള്ള തീരുമാനങ്ങൾ പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കും. സോ നിങ്ങളുടെ വാക്കുകൾ അസ്ത്രം പോലെ തറിക്കുന്നവയാണ്. ആരുടെയും മനസ്സിലോ അവരുടെ ഉള്ളിൽ ഒരിടത്തും ഒരു വേദന ഉണ്ടാക്കാനുള്ള ഇടയുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.